ലാസ്റ്റ് തൊപ്പിടാണ് എല്ലാവരോടും കൂടി പറയുന്നുണ്ട്. ഒരു 22-23 വർഷത്തെ ക്ലോസ് അറ്റാച്ച്മെൻറ്റ് ഞങ്ങൾക്ക് ടീച്ചറുമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടീച്ചർ ഇവിടുന്ന് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമോഷണൽ ഫീലിങ്സ് ഉള്ളത് ഞങ്ങൾക്ക് രണ്ടുപേർക്കുമാണ്. കാരണവരുടെ സ്ഥാനത്താണ് ടീച്ചറെ ഞാൻ കാണാറ്. അതായത് പല പ്രതിസന്ധി ഘട്ടങ്ങളിലും എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഒരു ഘട്ടത്തിൽ എത്തുമ്പോൾ ഞാൻ ടീച്ചറുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാറുണ്ട്. 2005 നിഷ് ടീച്ചറെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇവിടെ വരുമ്പോൾ ഞങ്ങളെപ്പോലെ തന്നെ ഭയങ്കര പ്രാരാബ്ദവും പിന്നെ വീട്ടിലെ തിരക്കൊക്കെ ആയിട്ട് വന്നൊരു ടീച്ചറാണ്. ഇവിടെ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ സുഖവും ദുഃഖവും എല്ലാം പരസ്പരം ഷെയർ ചെയ്ത് ഒരു കുടുംബത്തെ പോലെയാണ് ഞങ്ങളിവിടെ കഴിഞ്ഞിരുന്നത്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ടീച്ചറെ. കാരണം സ്റ്റാഫ് റൂമിൽ വരുമ്പോൾ ഞങ്ങളൊരു എനർജിയാണ് ടീച്ചർ എല്ലാത്തിനും. പ്രത്യേകിച്ച് എനിക്ക് ടീച്ചർ എന്നോട് ദേഷ്യപ്പെടുന്നതാണ് ഇഷ്ടം. ദേഷ്യപ്പെടുമ്പോഴും വളരെ സൗഹൃദത്തോട് മാത്രം ടീച്ചർ സംസാരിക്കുക. എനിക്കും അതെ, ഒരു ചേച്ചിയോ അനിയത്തിയോ ഒന്നുമില്ല. കുറച്ച് കാലം ടീച്ചർ എൻ്റെ അടുത്താണ് താമസിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എവിടേക്ക് പോകാനും വരാനും ഒക്കെ ഒരു കൂട്ടിനൊരു ചേച്ചിയായിട്ട് ടീച്ചറാണ് എൻ്റെ കൂടെ ഉണ്ടാവുക. അതെനിക്ക് വലിയൊരു നഷ്ടമായിട്ടാണ് തോന്നുന്നത്. മെയ് 30 ഞങ്ങളെ സ്കൂളിൽ നിന്ന് പിരിയാണ്. സംബന്ധിച്ചിടത്തോളം നിഷ ടീച്ചർ പോകാന്നുള്ളത് ഞങ്ങൾ ഒന്നിച്ച് ഈ സ്കൂളിൽ വന്ന ആൾക്കാരാണ്. ഞാനും നിഷ ടീച്ചറും ഷെരീഫ് ടീച്ചറും പിന്നെ കയ്യൂം സാറും. ഈ ഒരു കുടുംബം പോലെ കഴിയുന്ന ഒരു സ്കൂളിൽ നിന്ന് ഒരാൾ ഞങ്ങളിൽ നിന്ന് യാത്രയായി പോകാന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ സങ്കടമാണ്. പ്രത്യേകിച്ച് നിഷ ടീച്ചറെ പോലെ വളരെ പോസിറ്റീവ് വൈബുള്ള ഒരു ടീച്ചറാണ്. ഡ്രസ്സിംഗ് ഒക്കെ ചെയ്തു തന്നെ ടീച്ചർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ടീച്ചർ പറയും ഇത് അതല്ല കേട്ടോ, ഇതാണ് നല്ലത്, നല്ല കളർഫുൾ ആവണം. ടീച്ചർ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും. ചേച്ചിയുടെ പോലെയാണ് ടീച്ചർ എല്ലാ കാര്യങ്ങളും. സ്കൂളിൽ വന്നപ്പം പ്രിൻസിപ്പാൾ കയ്യൂം സാറെ കണ്ടതിന് ശേഷം ടീച്ചറുടെ മുഖമാണ് ആദ്യമായിട്ട് കാണുന്നത്. എങ്ങനെയാണ് നമ്മളെ സ്കൂള് കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്ന ടീച്ചറാണ്. ടീച്ചറുടെ മുഖമാണ് ഫസ്റ്റിൽ ഞാനിവിടെ വരുമ്പം കണ്ടത്. ഏത് സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളായാലും ടീച്ചർ അതിനൊരു തമാശ രൂപത്തിലൊരു തൃശ്ശൂർ സ്ലാങ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് വളരെ പോസിറ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. എന്ത് കാര്യത്തിനും പോസിറ്റീവ് എനർജിയാണ് ടീച്ചറെ കൂടെ അടുത്തിരിക്കുന്ന ആളെന്ന നിലയിൽ എന്ത് കാര്യം പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പഠിപ്പിച്ചു തന്നു. പിന്നെ അതുകൂടാതെ സാരി എടുക്കാത്ത എന്നെയൊക്കെ സാരി ഉടുപ്പിക്കാനും എന്തിനും ഞങ്ങൾക്ക് അഭിപ്രായം ചോദിക്കാനുള്ള ഒരു ജ്യേഷ്ഠത്വമായിട്ടാണ് തോന്നുന്നത്. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ഇൻ്റർവ്യൂ എന്നെ എടുത്ത ആള് നിഷ് ടീച്ചറായിരുന്നു. അന്നൊക്കെ ഭയങ്കര പേടിയായിരുന്നു സ്കൂൾക്ക് വരുമ്പോൾ നിഷ് ടീച്ചർ കാണുമ്പോൾ ഫസ്റ്റ് ഇൻ്റർവ്യൂ ചെയ്ത ആളല്ലേ എന്നുള്ള രീതിയിൽ. പക്ഷേ നമുക്ക് മുന്നോട്ട് പോകും തോറും വളരെ ക്ലോസ് ആയിട്ട് ഒരു വലിയൊരു സിസ്റ്ററിൻ്റെ രീതിയിൽ തന്നെയായിരുന്നു ടീച്ചർ നമ്മളോടുള്ള പെരുമാറ്റവും നമ്മളോട് അടുപ്പമെല്ലാം. എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ട തരത്തിൽ പറഞ്ഞു തരാറുണ്ട്. പ്രത്യേകിച്ച് ഡ്രസ് സെൻസ് ഒക്കെ ഇല്ലാത്ത എന്നെ സംബന്ധിച്ച് ഇവിടെ എത്തുമ്പം എന്താണോ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കൊടുത്താൽ അതിന് ആപ്റ്റായിട്ട് ഹൗ ടു ഡ്രസ് എല്ലാ ലൈഫ് ലെസൺസ് ആണെങ്കിലും വളരെ ഹെൽപ്ഫുള്ളായിട്ട് എപ്പോഴും നമ്മൾ അസിസ്റ്റ് ചെയ്യാനായിട്ട് ടീച്ചർ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ പറഞ്ഞു തരുമ്പോൾ നമുക്ക് മിസ് ഇവിടുന്ന് ഒരു ചെറിയൊരു മാറി നിൽക്കലാണെങ്കിലും നമുക്കത് അംഗീകരിക്കാനായിട്ടില്ല. ആക്ച്വലി ഭയങ്കര സീരിയസ് ആയിട്ടോ ഒന്നും ടീച്ചർ ഞാൻ കണ്ടിട്ടേ ഇല്ല. ആളെപ്പോഴും ഭയങ്കര കൂളാണ്. ഒരു മാരീഡ് ആയിട്ടുള്ള വർക്കിംഗ് വുമൺ ലൈഫിൽ എന്തോരം ക്രൈസിസിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. ഞങ്ങളെപ്പോലെ തുടക്കത്തിലുള്ള വർക്കിംഗ് ആയിട്ടുള്ള ആളുകൾക്ക് ടീച്ചർ ഭയങ്കരമായിട്ടുള്ള ഇൻസ്പിറേഷനാണ്. ടീച്ചർ സ്റ്റാഫ് റൂമിൽ വന്നാൽ തന്നെ ചാരി കസാരയിൽ ഇങ്ങനെ കൂളായിട്ടൊരു ഇരിക്കണം. അത് തന്നെ ഒരു പോസിറ്റീവായിരുന്നു. ടീച്ചർ ഈ വർഷമാണ് റിട്ടയർമെൻ്റ് ആവുന്നത്. ഞാൻ അടുത്ത വർഷമാണ്. ടീച്ചർ ഈ വർഷം ഞങ്ങളുടെ വീട്ടിൽ കൂടെ താമസിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ടീച്ചർ മുകളിലും താഴത്തുമായിട്ട് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസും കൂടി ഉണ്ട്. സ്കൂളിൽ മാത്രമല്ല വീട്ടിലും കൂടെ താമസിച്ചിട്ടുണ്ട്. ഒരു വർഷം കൊണ്ട് തന്നെ ഇടപഴകിയിട്ട് മനസ്സിലായിട്ടുള്ളത് ഒരുപാട് കാലങ്ങളായിട്ട് നമുക്കൊരു ബന്ധമുള്ള പോലെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. 2011 ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ അന്നേ ഉള്ള ടീച്ചറാണ് നിഷ ടീച്ചർ. കൂട്ടത്തിൽ നിന്ന് ഒരു കുടുംബത്തിൽ നിന്ന് പോകുന്ന ഒരു ആളായിട്ടാണ് നമ്മളെ വിട്ടുപോകുന്നൊരു ആളായിട്ടാണ്. ഇത് മാറ്റാൻ പറ്റാത്തൊരു കാര്യമാണ്. റിട്ടയർമെൻ്റ് എന്ന് പറയുന്നത് എല്ലാവരുടെ ജീവിതത്തിലും വരുന്നൊരു കാര്യമാണ്. എന്തായാലും ടീച്ചർ ഭാവി ജീവിതത്തിൽ എല്ലാ ആശംസകളും നേരുകയാണ്. ആദ്യമൊക്കെ കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ കമ്പനി ആവുന്നതോടെ മിസ്സും നല്ല കമ്പനിയാണ്. പിന്നെ നല്ല കോസ്റ്റ്യൂം സെൻസ് ഉണ്ട്, ജ്വല്ലറീസ് നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. ഞങ്ങൾക്ക് അത് നോക്കിലാണ് ക്ലാസ് എടുക്കാൻ വന്നാൽ കുറേ പടി. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനത്തെ എക്സ്പ്ലെയിൻ ചെയ്ത് ക്ലാസ് എടുക്കുന്ന ടീച്ചറെ ഞാൻ കണ്ടിട്ടില്ല. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ബോട്ടണി
ബോട്ടണിക്ക് അത്ര വലിയ പഠിക്കാനൊന്നും താല്പര്യമില്ല, കൂടുതൽ സുവോളജിയാണ് പഠിക്കാൻ താല്പര്യം. കാരണം എന്താ, ബോട്ടണി എന്ത് കണ്ടന്റ് കൊണ്ട് ഫുള്ള് തരും, NCERT വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയാണ് മിസ്സിന്റെ നോട്ട്. അത് ഞങ്ങൾക്ക് വരുന്ന തലമുറക്ക് അത് നല്ല മിസ് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. എൻ്റെ കരിയർ തുടങ്ങുന്നത് BEd കഴിഞ്ഞ് ഞാനൊരു വർഷം കോൺകോഡ് കുന്നംകുളത്ത് ഒരു വർഷം വർക്ക് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ VHSCകളിൽ ഗസ്റ്റായിട്ട് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഗസ്റ്റായിട്ട് വരുന്നത് ദാറുൽ ഹിദായ എടപ്പാൾ. എൻ്റെ ഒരു ഫ്രണ്ട് ബെൻഷ ആണ് എന്നെ ഇവിടേക്ക് വിളിച്ചത്. ഞാൻ MSCക്ക് ഞാനും ബെൻഷയും കൂടി ഒരുമിച്ചായിരുന്നു. അത് MSC കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2-3 വർഷം കഴിഞ്ഞിട്ടാണ് ബെൻഷ എന്നെ വിളിച്ചത്. മലപ്പുറം ജില്ലയിൽ എടപ്പാൾ എന്നുള്ള സ്ഥലത്ത് ദാറുൽ ഹിദായ എന്നുള്ള ഒരു സ്ഥാപനത്തിൽ അവൾ വർക്ക് ചെയ്യുന്നുണ്ട് പ്രിൻസിപ്പളായിട്ട്. അവിടെ ഈ സബ്ജക്റ്റ് പഠിപ്പിക്കാനായിട്ട് ഒരു ഒഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് ബെൻഷയുടെ വിളിയിലാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അങ്ങനെയാണ് ഞാൻ ഈ ദാറുൽ ഹിദായ ഫാമിലിയുടെ ഒരു മെമ്പറായത്. പിന്നെ ബെൻഷ ഈ സ്കൂളിൽ നിന്ന് പോയപ്പോൾ ഞാൻ ഇവിടുത്തെ സ്ഥിരം ടീച്ചറായിട്ട് കയറി. ഇവിടെ മാനേജ്മെൻ്റ് ആയാലും അധ്യാപകരായാലും നമ്മുടെ എന്താ പറയുക, ഭയങ്കര ഫാമിലി അറ്റാച്ച്മെൻ്റ് ഉള്ള ആൾക്കാരാണ്. മാനേജറായിട്ടും ഞങ്ങൾക്ക് ഫാമിലി അറ്റാച്ച്മെൻ്റ് ആണുള്ളത്. അവരിവിടെ വരികയും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും കൂടുതൽ ചെയ്യാറുണ്ട്. ഇവിടുത്തെ ഒരു കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അമ്മമാരോട് എന്ന പോലെയാണ് ഞങ്ങളോട് പെരുമാറിയിരുന്നത്. അത്രയും കുട്ടികൾ ഭയങ്കര സ്നേഹത്തിലാണ്. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോഴും അവരത് ആക്സെപ്റ്റ് ചെയ്യാനും തിരുത്താനൊക്കെ തയ്യാറായിട്ട് നിൽക്കുന്ന കുട്ടികളാണ് ഇവിടെ ഉള്ളത്. അവരെ പഠിപ്പിക്കാൻ പറ്റിയത് തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കുറേ കുട്ടികൾ ഓരോ വർഷവും ഇറങ്ങിപ്പോകുമ്പോഴും അവർ കുറേ ഓർമ്മകൾ തന്നിട്ടാണ് അവർ ഇറങ്ങിപ്പോകുന്നത്. 30 വർഷത്തെ സർവീസിൽ 25 വർഷവും ഞാൻ ഈ സ്കൂളായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ സ്കൂളിലാണ് എൻ്റെ അധ്യാപന ജീവിതം വളരെയധികം ഞാൻ അനുഭവിച്ചും അതുപോലെ തന്നെ സന്തോഷിച്ചും ചെയ്തിട്ടുള്ള, അധ്യാപന ജീവിതം വളരെയധികം ആസ്വദിച്ച് ചെയ്തിട്ടുള്ള ഒരു സ്ഥലം ഈ ദാറുൽ ഹിദായയുടെ ഖണ്ഡനകം സ്കൂളാണ്. ഈ സ്കൂൾ എൻ്റെ ഒരു ഭാഗമാണ്. ഞാൻ ചിന്തിക്കാറുള്ളത്, ഞാൻ ഇവിടെ നിന്ന് പോവില്ല, ഇവിടുത്തെ എന്നും ഇവിടുത്തെ ആളായിട്ട് മാറിയിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ വർഷങ്ങൾ കഴിയും തോറുമാണ് റിട്ടയർമെൻ്റ് എന്നുള്ള ഒരു പീരീഡ് എന്നുള്ള സംഭവം തെളിഞ്ഞു വന്നത്. അപ്പോൾ ഞാൻ ഈ വർഷം തൊട്ട് മാനസികമായി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ സ്കൂളിൽ നിന്ന് പോവുകയാണ്. ഒരുപാട് നല്ല അനുഭവങ്ങളും ഓർമ്മകളൊക്കെ തന്നിട്ടുള്ള ഈ സ്ഥാപനത്തിൽ നിന്ന്, ദാറുൽ ഹിദായ സ്ഥാപനത്തിൽ നിന്ന് വിട പറയുമ്പോൾ എനിക്ക് എൻ്റെ കുറേ നല്ല സുഹൃത്തുക്കളെ പിരിഞ്ഞു പോകേണ്ടി വരുന്ന ഒരവസ്ഥ, അത് വേദനാജനകമാണ്. എല്ലാവരോടും വളരെയധികം നന്ദിയും സ്നേഹവും പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് വിട പറയുകയാണ്.